തെലുങ്കിൽ 2025 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ഗൂഫി കോമഡി ഹൊറർ ജേണറിൽ വരുന്ന മൂവിയാണ് ശുഭം. അതിപ്പോൾ കറൻ്റ്ലി ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാമന്ത ഒരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സൂചന നൽകിക്കൊണ്ടുള്ള പോസ്റ്ററുകളൊക്കെയാണ് ഈ മൂവിക്ക് ഉള്ളത്. സോ ലെറ്റ്സ് റിവ്യൂ ശുഭം. ആദ്യം തന്നെ പറയട്ടെ, ഇവരുടെ ഈ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് അത്യാവശ്യം ഡിസ്ട്രാക്റ്റിംഗ് ആയിരുന്നു. അതായത് സാമന്ത ഒരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നൽകിയിട്ട് പടത്തിൽ ആകെ 2 സീനിലേ ഉള്ളൂ സാമന്ത. സോ പടം മേജറായിട്ട് കൊണ്ടുപോയിരിക്കുന്നത് ബാക്കി ആക്ടേഴ്സാണ്. അവർ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ മൂവിയുടെ കേസ് പറയാനാണെങ്കിൽ ഒരു തീം ഈസ് ഇൻട്രസ്റ്റിംഗ്. നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന, പലപ്പോഴും നമ്മൾ ഒരു വട്ടമെങ്കിലും ചിന്തിച്ചിട്ടുള്ള ഒരു തീമാണ് ഈ പടത്തിൽ വരുന്നത്. സോ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹൊറർ ഫിലിമാണ് ഇത് വരുന്നത്. ആൻഡ് അതിൻ്റെ ക്ലൈമാക്സ് ആണെങ്കിൽ പോലും നല്ല രീതിയിലാണ് എൻഡ് ചെയ്തിട്ടുള്ളത്. സോ മൊത്തത്തിൽ ഒരു നല്ല രീതിയിൽ വാച്ച് നൽകുന്ന ഒരു മൂവിയാണ്. എന്നാൽ അത്രത്തോളം ചിരിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിന്തിക്കാനുള്ള, അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ളൊരു മൂവിയാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഹൊറർ ഫിലിമായിട്ട് കാണാൻ ഇതിനെ എനിക്ക് പറ്റിയില്ല. കാരണം പേടിപ്പെടുത്തുന്നതായിട്ട് കാര്യമായിട്ട് ഒന്നും തന്നെ ഈ സിനിമയിലില്ല. ഇപ്പോൾ അതൊരു ജംസ്കെയർ ആണെങ്കിൽ പോലും നമ്മൾ പേടിപ്പിക്കുന്നില്ല. ആ ലെവലിലാണ് പടം. മോസ്റ്റ്ലി അവരൊരു ഗൂഫി കോമഡി ആ ഒരു രീതിയിലേക്കാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഈ പടത്തിൽ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ആ ലെസൺ, അതായത് ഇപ്പോൾ ഒരു മാരീഡ് ലൈഫിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എങ്ങനെയായിരിക്കണം. സോ ആ ഒരു പോയിന്റ്, ഇപ്പോൾ ഒരു മെയിൽ ഡൊമിനേറ്റിംഗ് ടൈപ്പ്, ആ ഒരു ടൈപ്പിനെതിരെയുള്ള രീതിയിലുള്ളൊരു മൂവിയാണ് ഇത് പറയുന്നത്. ശരിക്കും എങ്ങനെയായിരിക്കണം, ഐഡിയലി എങ്ങനെയാണ് ഒരു പാർട്ട്ണർ ഉണ്ടാവേണ്ടത്, ആ രീതിയിലൊക്കെ സംസാരിക്കുന്ന ഒരു മൂവിയാണ്. അതിൻ്റെ എൻഡിങ് ആണെങ്കിലും ആ രീതിയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. സോ അതൊക്കെ നല്ല രസത്തിൽ കണ്ടിരിക്കാൻ പറ്റും. എൻഗേജിങ് ആണ് മൂവി, ലാഗ് ഒന്നുമില്ല, വാച്ചബിൾ ഫിലിം അങ്ങനെ തന്നെ പറയാം. കാരണം ഒരു ഗുഡ് ഫിലിം, ഗുഡ് ടു വാച്ചബിൾ എന്നുള്ള റേഞ്ചിൽ തന്നെ കൊടുക്കാവുന്ന ഒരു മൂവിയാണ് ഇത്. ഹൊറർ എന്നുള്ള ജേണറിൽ കാര്യമായിട്ട് പേടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ആകെ ഒരു ഡ്രോബാക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കി എല്ലാ രീതിയിലും ഈ മൂവി അത്യാവശ്യം നല്ല രസകരം തന്നെയായിരുന്നു. ചിരിക്കാനുള്ള വകുപ്പും പടം നൽകുന്നുണ്ട്. സോ ഐ തിങ്ക് ഗിവ് ഇറ്റ് എ വാച്ച്. ഹൊറർ എന്ന് വിചാരിച്ച് കാണാതിരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഹൊറർ പേടിപ്പിക്കുന്ന ഹൊറർ അല്ല. സോ ഐ വുഡ് റെക്കമെൻഡ് ഇറ്റ്. ഗിവ് ഇറ്റ് എ ഗോ. ഇറ്റ്സ് ആക്ച്വലി വെരി നൈസ്.